കുറേ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു പൊളിറ്റിക്കൽ സിനിമ പറയുമ്പോൾ ആ പേടി കുറച്ച് കുറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ തിയേറ്ററിൽ വന്ന ഓഡിയൻസ് അതിനെക്കുറിച്ച് നന്നായിട്ട് എടുത്ത് പറയാൻ നേരത്ത് മനസ്സിന് സന്തോഷമുണ്ട്. പക്ഷേ എന്താണെങ്കിലും ശരിയാണ്, കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് ഒരിക്കലും ആകാൻ പറ്റില്ല നമുക്ക് ഒരു കഥാപാത്രം. നമ്മൾ ചെയ്തതിൽ എവിടെയെങ്കിലുമൊക്കെ അത് കാണുമ്പോഴാണ് അതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാകുന്നത്. പക്ഷെ അങ്ങനെ അധികം മിസ്റ്റേക്ക് കണ്ടില്ല ഇത് എന്നെനിക്ക് തോന്നുന്നു. ഇതുപോലെയുള്ള സ്ത്രീകളെ എങ്ങനെ കരുത്തോടെ നിൽക്കുന്നു, എങ്ങനെ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നു, രണ്ടും അവരുടെ ലൈംഗികത എങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറീനെ നല്ല ഡയറക്ഷൻ, സ്റ്റോറി നല്ലതാണ്. ഉമ്മൻചാണ്ടിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ ലൈഫായിട്ടൊക്കെ ചെറിയ സാമ്യങ്ങൾ തോന്നും. പക്ഷേ പൂർണ്ണമായും ഉമ്മൻചാണ്ടി സാറല്ല. അതിനകത്തേക്ക് പിന്നീട് നല്ലൊരു ഫിക്ഷൻ വരുന്നുണ്ട്. അത് പൊളിറ്റിക്കൽ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാവും, നമുക്ക് റിലേറ്റ് ചെയ്യും. സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത്തും സിനിമയുടെ ഒരു ടോട്ടൽ സ്ട്രെങ്ത്തും ഒക്കെ നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വളരെ എക്സൈറ്റഡാണ്. ഈ ഇലക്ഷനെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ ഈ സിനിമ? അല്ല, നല്ല രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന നന്മയുടെ രാഷ്ട്രീയം അത് എന്താണെന്നൊക്കെ തിരിച്ചറിയാനൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഉറപ്പായിട്ടും ആ രീതിയിൽ ഇലക്ഷനൊക്കെ വേണമെങ്കിൽ സ്വാധീനിക്കാം. വിവാദങ്ങളുണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. ചെയ്തിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലൊരു തരംഗം ആകും. അറിയില്ല, അതൊരു ഇപ്പം ഞാനും കുറച്ച് കേട്ടു, അങ്ങനെ അതിനെല്ലാം എതിർത്ത് തന്നെയാണ് എല്ലാവരും സംസാരിച്ചത്. അപ്പോൾ എനിക്കും അതിനെപ്പറ്റി അറിയില്ല. അതിനെപ്പറ്റി കാര്യമായി പറയാൻ സാധിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം. നല്ല എൻ്റർടൈനർ, ഗംഭീരമായിട്ടുണ്ട്. നിവിൻ പോളിയും ബാലേന്ദ്ര മേനോനും സബിത ചേച്ചി എല്ലാവരും, ഹരിശ്രീ ശോഭൻ ചേട്ടൻ എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു. പി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഗംഭീര സിനിമ. ഇലക്ഷനെ ബാധിക്കാനൊന്നുമില്ലല്ലോ. അതൊരു പൊളിറ്റിക്കൽ സ്റ്റോറി, നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നടന്ന ഒരു കാര്യമാണത്. അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയിൽ സിനിമ എടുക്കുന്നുള്ള. സോളാറൊന്നുമല്ല. ആരെങ്കിലും സിനിമ കണ്ടവരില്ലേ? ഏകദേശം അറിയാമല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അടിപൊളിയായിട്ട്, നിവിനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാവുന്ന ഒരു അടിപൊളി പെർഫോമൻസ് എന്താ തന്നെ. പക്ക പൊളിറ്റിക്കൽ തിയറി. പഴയ ഒരു നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായൊരു സംഭവമാണത്. സംഭവത്തിന് റിലേറ്റഡ് ആയിട്ടാണ് സ്റ്റാർട്ടിങ് ഇത് വരുന്നത്. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മാധ്യമങ്ങളും കോർപ്പറേറ്റും എങ്ങനെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, രാഷ്ട്രീയം കോർപ്പറേറ്റുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു സ്റ്റോറി. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് കറക്റ്റായിട്ട് ഉണ്ണികൃഷ്ണൻ സാർ കാണിച്ചു തന്നു. മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഇത്രയും ജൂനിയേഴ്സ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത സിനിമയുള്ള നിവിൻ ചേട്ടൻ്റെ പടം. അപ്പോൾ എന്തായാലും അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതെന്തായാലും ഒരു 50% ഗ്യാരണ്ടിയാണ് ഈ സിനിമ നന്നാവും എന്നുള്ളത്. പ്രേക്ഷകർ കണ്ടിട്ട് അവരെ വിലയിരുത്തുക എന്നുള്ളത്. സിനിമ നല്ലതാണെങ്കിൽ സ്വീകരിക്കുക, കുടുംബത്തോടൊപ്പം തന്നെ പോയിട്ട് കാണുക എന്നുള്ളതാണ് നമ്മൾ റിക്വസ്റ്റ്. നല്ല സിനിമയായിരിക്കും, അറിയാലോ. അതിൻ്റെ ഡയറക്ടറൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പടം കണ്ടിട്ടില്ലെങ്കിലും അടിപൊളിയാവും കാണാം.